ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ചില ബേസിക് ടേംസുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചില ബേസിക് ടേംസ് നമ്മൾ കണ്ടിരുന്നു. അസസ്സി, അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം, ഇങ്ങനെ ചില ടേംസുകൾ പരിചയപ്പെട്ടു. എല്ലാം ഓർത്തിരിക്കുന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇന്ന് നമ്മൾ മറ്റു ചില കൺസെപ്റ്റുകൾ കൂടെ പഠിക്കുകയാണ്. 1 മാർക്ക് ക്വസ്റ്റ്യനും അതേപോലെ ഭാവിയിൽ ചില കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആവശ്യമായതുമായ ചില ടേംസുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡീംഡ് അസസ്സി, otherwise known as representative assessee. Deemed assessee അല്ലെങ്കിൽ representative assessee ആരാണ്? A person who is liable to pay tax not on his own income but on the income accrued to others. They are called deemed assessee. സ്വന്തം വരുമാനത്തിന് പുറമെ മറ്റുള്ളവരുടെ വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ആളാണ് ഡീംഡ് അസസ്സി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് അസസ്സി. ഉദാഹരണത്തിന് ഗാർഡിയൻ ഓഫ് എ മൈനർ, ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഡീംഡ് അസസ്സി ഓർ റെപ്രസെൻറ്റേറ്റീവ് അസസ്സി. ഗാർഡിയൻ ഓഫ് എ മൈനർ, മൈനറുടെ വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടത് ഗാർഡിയനാണ്. ഓക്കെ, ദെൻ ഗാർഡിയൻ ഈസ് കോൾഡ് ഡീംഡ് അസസ്സി. സ്വന്തം വരുമാനത്തിനല്ല അദ്ദേഹം ടാക്സ് കൊടുക്കുന്നത്. ഹീ ഈസ് ലാബിൾ ടു പേ ടാക്സ് നോട്ട് ഓൺ ഹിസ് ഓൺ ഇൻകം ബട്ട് ഓൺ ദ ഇൻകം ഓഫ് മൈനർ. ഓക്കെ, സോ ഹീ ഈസ് ഡീംഡ് അസസ്സി. ക്ലിയർ? ദ നെക്സ്റ്റ് ടേം ഈസ് അസസ്സി ഇൻ ഡിഫോൾട്ട്. അസസ്സി ഇൻ ഡിഫോൾട്ട്. A person is deemed to be an assessee in default if he fails to fulfill his statutory obligations, that is the payment of tax. ടാക്സ് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ആളാണ് അസസ്സി ഇൻ ഡിഫോൾട്ട്. വെൻ എ പേഴ്സൺ ഹു ഈസ് ലാബിൾ ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്ന സമയത്ത് സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ടാക്സ് ഈഫ് അപ്ലിക്കബിൾ, അങ്ങനെ ടാക്സ് ഉണ്ട് എങ്കിൽ അവിടെ അത്രയും തുക കട്ട് ചെയ്തിട്ട് മാത്രമേ എംപ്ലോയീസിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എംപ്ലോയറുടെ ഒരു നിർബന്ധ ബാധ്യതയാണ് TDS എന്നുള്ളത്. അങ്ങനെ ചെയ്യാത്ത എംപ്ലോയർ അസസ്സി ഇൻ ഡിഫോൾട്ടായിട്ട് പരിഗണിക്കപ്പെടും. ഓക്കെ, വെൻ എ പേഴ്സൺ ഹു ഈസ് ലാബിൾ ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ് ബട്ട് ഡസ് നോട്ട് ഡു സോ, ഓർ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ടാക്സ് ഡസ് നോട്ട് പേ ഇറ്റ് ടു ദ ഗവൺമെൻറ്, ഓർ who fails to pay installments of advance income tax in time, he will be called an assessee in default. അപ്പോൾ ആരാണ് അസസ്സി ഇൻ ഡിഫോൾട്ട്? ടാക്സ് ഒബ്ലിഗേഷൻ, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ വീടുന്നതിൽ പരാജയപ്പെട്ട ആൾ, സമയത്ത് ടാക്സ് കൊടുക്കാൻ കഴിയാത്ത ആൾ, എംപ്ലോയിയുടെ സാലറി കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നും നിശ്ചിത ശതമാനം ടാക്സ് കട്ട് ചെയ്യും. അത് കട്ട് ചെയ്യാതെ സാലറി കൊടുത്തു, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ അസസ്സി ഇൻ ഡിഫോൾട്ടാണ്. അതേപോലെ അഡ്വാൻസ് ഇൻകം ടാക്സ് കൊടുക്കുന്നതിൽ ഫെയിലായ ആളുകൾ, ഇവരൊക്കെ അസസ്സി ഇൻ ഡിഫോൾട്ടാണ്. ഓക്കെ, ഇന്ന് പരിചയപ്പെടുത്തുന്ന മറ്റൊരു ടേമാണ് മാക്സിമം മാർജിനൽ റേറ്റ്. മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്. This is the rate of income tax
applicable in relation to the highest slab of income in the case of an individual, association of persons, or the body of individuals. Okay, as mentioned in the Finance Act of the relevant previous year. Now it is 30%. എന്താണ് മാക്സിമം മാർജിനൽ റേറ്റ്? ഹയസ്റ്റ് സ്ലാബ് ഓഫ് ഇൻകം നേടിയ ആളുകൾക്ക് എത്ര പെർസെൻറ്റേജാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്, ടാക്സ് ലെവി ചെയ്യുന്നത്, ടാക്സ് ചാർജ് ചെയ്യുന്നത്? ആ ഒരു പെർസെൻറ്റേജിനാണ്, ആ ഒരു റേറ്റിനാണ് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. നിലവിലെ ഫിനാൻസ് ആക്ട് പ്രകാരം 30% ആണ്. ഓക്കെ, മാക്സിമം മാർജിനൽ റേറ്റ്. അതായത് ആ ഒരു ഇൻകം ടാക്സ് ഈടാക്കുന്ന പെർസെൻറ്റേജ് ഉണ്ടല്ലോ, 5%, 10%, 20%, 30% അങ്ങനെയൊക്കെ ഉണ്ട്. ഇത്ര വരെ നില്ലാണ്. നമ്മൾ ശേഷം വിശദമായി പഠിക്കും. 2,50,000 വരെ ടാക്സ് കൊടുക്കേണ്ടതില്ല, നിൽ. അവിടെ നിന്ന് അങ്ങോട്ട് 5 lakhs വരെ 5%. 5 lakhs കൂടിക്കഴിഞ്ഞാൽ പിന്നെ 10 lakhs വരെ 20% ആണ്. 10% എന്നുള്ള ആ ഒരു റേറ്റ് നിലവിൽ ഇല്ല. ഓക്കെ, 20% ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 10 lakhs കൂടിക്കഴിഞ്ഞാൽ എത്ര കൂടിയോ അതിൻ്റെ 30% ആണ്. അപ്പോൾ ആ 30%, അതിലപ്പുറം ഒരു റേറ്റ് ഇല്ല. അപ്പോൾ ആ ഒരു ഏറ്റവും ഉയർന്ന റേറ്റിനെയാണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അസസ്മെൻ്റ് എന്താണെന്നും അസസ്മെൻ്റ് ഇയർ, പ്രീവിയസ് ഇയർ, ഇങ്ങനെയുള്ള ബേസിക് ടേംസുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രീവിയസ് ഇയറിനെ സംബന്ധിച്ച് സം അഡീഷണൽ ഇൻഫർമേഷൻസ് പറയാനുണ്ട്. അതായത് ഇൻകം ഓഫ് ആൻ അസസി which is earned in the previous year is taxed in the assessment year. 2019-20 കാലയളവിൽ നേടിയ വരുമാനത്തിനാണ് 2021 കാലയളവിലെ റൂൾസ് പ്രകാരം ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. എന്നാൽ ചില എക്സംഷൻ കേസ് ഉണ്ട്. ജനറൽ റൂൾ ഇതാണ്: ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സ്ഡ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, എന്നാൽ ഇതിൽ നിന്നും ചില ഒഴിവ് കഴിവുകളുണ്ട്. അതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Friends, let us see again with another topic in another video.